അടപ്പുണ്ട്. ഇച്ചിരി ഉപ്പ് അത് ഇതാണെ കുറച്ച് ബെല്ലടിച്ച് വെള്ളം ഒഴിക്കും. അയ്യോ അകത്തോട്ട് മടി വീടില്ലേ. മതി 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 ഇത്ര മതി. ഉപ്പ് നോക്കാം. പിന്നെ അടച്ചിട്ട് കുറച്ച് നേരം വേകട്ടെ. സഫീൽ ഇതിനെ ഒന്ന് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തെടുക്കാം. അത് ഒന്നെങ്കിൽ വലിച്ച് താഴ്ത്തിയാൽ നമുക്കത് കട്ട് ചെയ്യാം. ഞാൻ പിടിക്കാം. സഫീല കട്ട് ചെയ്യാം. കവർ കട്ട് ചെയ്യണ്ട. ആ ചെടിയുടെ കട്ട് ചെയ്യും. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പിടിക്കാം. നോക്ക് ഇത് നോക്ക്. ഫുള്ള് കിളി കൊണ്ടുപോയി. ഓടിക്കാം. അങ്ങനെ നോക്കട്ടെ. അതിനകത്ത് വല്ലതും കയറിയോ നോക്കിയേ. നമുക്കിതിനെ വാഷ് ചെയ്തെടുക്കാം. ഇനി സഫീല മുകളിൽ നിൽക്കുന്ന നമുക്ക് ട്വിസ്റ്റ് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് വിടത്. അതിലോട്ട് കയറ്റി വെച്ചിട്ട് അതിലോട്ട് ആ കമ്പി ആ തടിയിലോട്ട് വെച്ചിട്ട് ചെറുതായിട്ട് അതിനെ ഒന്നങ്ങ് ട്വിസ്റ്റ് ചെയ്താൽ മതി. ആ കമ്പ് വരേണ്ട വശക്കേടായിരിക്കുന്നത്. അതുകൊണ്ടാണ് വരാത്തത്. ഓക്കെ. ഇതൊന്നും ബാക്കിയില്ല. അതിനൊന്നുമില്ല. പറ്റുന്നില്ല. അത് ഉള്ളതെടുത്താൽ മതി. നീളം കൂടുതൽ. പയ്യന്മാരുള്ള അല്ലെങ്കിൽ അവരെ കൊണ്ട് എടുപ്പിക്കാം. ഇനി എന്തോ ആ മുകളിൽ ഫുൾ ചീകി നിൽക്കുന്ന സഫീല. അത് നോക്ക്. അതിലില്ല. ഉണങ്ങി ഇതായി. വെയിറ്റ് കൂടുതൽ കമ്പിയായിട്ടാണ്. ഭയങ്കര വെയിറ്റ് ഈ സാധനം. പറയാം. ഫുള്ള് കടിച്ചോണ്ട് പോകും.
ഇത് നമുക്കൊന്ന് കവറൊന്ന് മാറ്റി ഞാൻ പാട്ട് കഴുകി. ഇത് നമ്മളിൽ കുറേ കൊലകൾ പരിചയക്കാർക്ക് കൊടുക്കാനായിട്ട് കവറൊക്കെ ഇട്ട് സേവ് ചെയ്ത് വെച്ചേക്കും. അങ്ങനെ വെച്ചിട്ടുള്ള അത്രയും അണ്ണാൻ കയറിക്കൊണ്ടേ ആരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, കുറച്ച് അണ്ണാൻ കൊണ്ടുപോയിക്കോട്ടെ. എന്തിനാ എല്ലാം കവറിട്ട് വയ്ക്കുന്നേ? ഞങ്ങളെല്ലാം ഒന്നും കവറിട്ട് വയ്ക്കാറില്ല. മുകളിലുള്ള അത്രയും കൊണ്ടുപോയി. ഈ മരത്തിലാവുന്നതിൽ മേ ബി 10% നമ്മൾ കവറിടാൻ ശ്രമിക്കുന്നത്. ആ കവറിട്ട് വെക്കുന്നതിലും ഇത്തവണ മോർ ദാൻ 50% അവർ കൊണ്ടുപോയി. അപ്പോൾ കണക്ക് പറഞ്ഞാൽ ഇത്തവണ നമുക്ക് വളരെ കുറച്ചാണ് കിട്ടിയത്. ഒട്ടും കിട്ടിയില്ല. ആർക്കും അയച്ചു കൊടുക്കാൻ പറ്റിയില്ല. അനിയത്തിക്ക് പോലും അയച്ചു കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ഭാഗ്യത്തിന് നമുക്ക് കഴുകിയിട്ട് സഫീല കഴുകി വെള്ളം തോരാൻ വയ്ക്കുക. നമുക്ക് കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. വെളിയിരുന്ന വേഗം കരിഞ്ഞു പോകുന്നുണ്ടേ. ഒരു ബാക്കിൽ കൊണ്ടുപോയിട്ടെ തുണി അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയിട്ടെ തുണി കഴുകുന്ന ബക്കറ്റിലിട്ട് വാഷ് ചെയ്യും. എന്നിട്ട് വലിയ നെറ്റ് പാത്രത്തിൽ വെച്ച് വെള്ളം തോരും. എന്നിട്ട് നമുക്കൊരു കവറിലിട്ട് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. എന്നാലേ സിമിയൊക്കെ വരുമ്പോൾ കുറച്ച് കൊടുക്കാൻ പറ്റും. സിമിക്ക് പോലും കൊടുക്കാൻ പറ്റില്ല. ഇത്തവണ എൻ്റെ പാരൻസിൻ്റെ വീട്ടിൽ ഫ്ലോപ്പ് ഷോ ആയിരുന്നു. ഒട്ടുമില്ലായിരുന്നു. അത്രയും അവർ കുറച്ച് ദിവസം നമ്മുടെ വീട്ടിൽ വന്ന് നിന്നിട്ട് പോയപ്പോൾ ഫുള്ള് പോയി. അവരവരെ ആരോ കയറി പറിച്ചുകൊണ്ട് പോയതാണെന്നാണ് തോന്നുന്നത്. CCTV ഒന്നും പിന്നെ തപ്പി കണ്ടുപിടിക്കാൻ നിന്നില്ല. ഞങ്ങളുടെ പുറത്ത് നിന്ന ഡ്രാഗൺ ഫ്രൂട്ടും ആരോ കാര്യമായിട്ട് കൊണ്ടുപോയി. CCTV നോക്കിയാൽ കിട്ടും. വെരി ബാഡ്. എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി വന്നാൽ ഞാൻ നിങ്ങൾ പോക്കും. കുറേ കൊണ്ടുപോയി. കുറേ അതും പച്ചയായിട്ട്. അത് വിളങ്ങില്ല. വിളയുന്നതിന് മുന്നേ അത്രയ്ക്ക് ആർത്തി മൂത്ത് ആരോ വന്ന് കംപ്ലീറ്റ് പറിച്ചുകൊണ്ട് കേട്ടോ. ലൈക്ക് സോ സാഡ്. ആ ചെടിയിൽ നിന്ന് അത് വിളങ്ങിയാലല്ലേ അതിനൊരു സുഖമുള്ളൂ. അതിന് മുന്നേ കൊണ്ടുപോയി. ഹൈ പപ്പായയുടെ അല്ല പപ്പായല്ല പംകിൻ്റെ ആര് പറയുന്നത് പംകിനല്ല എന്താണ് മത്തനല്ല കുമ്പളമാണെന്ന് പറഞ്ഞു. എനിക്ക് വ്യത്യാസമൊന്നും അറിയത്തില്ല. പക്ഷേ ഈ തളിരല്ല ഇന്നലെ നമ്മളാ താളിപ്പാക്കി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് കുറച്ച് പൊക്കിയാലോ? സഫീല മുരിങ്ങയില ആക്കിയല്ലേ? ആ മുരിങ്ങയില ആക്കിയെന്ന്. ഇത് നാളെ എടുക്കാം. ഇഷ്ടം പോലെ ഇതുണ്ട്. ഈ ചുരട്ടെ അത് മാത്രം കിളിയൊന്നും വന്ന് കൊണ്ടുപോകത്തില്ല. താഴെ വീണ് പോയാൽ പോയി. വെരി റൈപ്പ് വൺ. അമ്മൂനും ഊസിക്കും ഇത് വളരെ ഇഷ്ടമാണ്. രാത്രിയാകുമ്പോൾ ഞാൻ ഇത് കുറേ കട്ട് ചെയ്ത് വെക്കും ഉള്ള ദിവസങ്ങളിൽ. സോ പ്രിറ്റി അല്ലേ? സോ ബ്യൂട്ടിഫുൾ. ഓമിയ പോലെ ഉണ്ട് ഇത്. ക്യൂട്ട് കുഞ്ഞി സാധനം. പഴുത്ത തൊടുമ്പോൾ തന്നെ ഇറങ്ങി വരും. കുറേ ഉണ്ട്. ഏതോ ഒരു ചെടി പൊടിച്ച് വരുന്നുണ്ടല്ലോ. ഇത് ഫ്ലവറിങ് പ്ലാന്റ് ആണോ? സൺഫ്ലവർ ചെടിയുടെ ഒരു ലുക്ക് അല്ലേ? ലീഫ് എന്താണെന്ന് അറിയത്തില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ട ചെടിയാണ്. കരിഞ്ഞ് നിൽക്കുന്നതിനെയൊക്കെ കട്ട് ചെയ്ത് കളയണം. എൻ്റെ സ്ഥിരമായിട്ട് എനിക്ക് വരുന്ന ഡ്രൈവർ പുള്ളിക്ക് സുഖമില്ലാതായിട്ട് കുറേ ദിവസമായി. കണ്ണിന് വയ്യാതായതുകൊണ്ട് ഇനി വരുന്നില്ല. ലീവ് എടുത്തു. സ്പ്രെഡ് ചെയ്യും എന്ന് പറഞ്ഞു. കൺജക്റ്റിവൈറ്റിസ് അല്ല, അതുപോലത്തെ എന്തോ ഒരു സാധനം കണ്ണിനുള്ളിൽ. പുള്ളി ലീവ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഹാൻഡിക്യാപ്ഡ് ആയിട്ടിരിക്കുക. എൻ്റെ ഫുൾ ടൈം ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് രാവിലെ ഹൻസിന് വിടുന്ന ഓസിയുടെ ഡ്രൈവറോ ഓസി ഡ്രൈവറോ അല്ലെങ്കിൽ കിച്ചുവിൻ്റെ ഡ്രൈവർ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നുണ്ട് ആരെങ്കിലുമൊക്കെ. പക്ഷെ എന്നാലും എനിക്ക് ഫുൾ ടൈം ഉണ്ടെങ്കിലാണ് എനിക്കൊന്ന് ഇടയ്ക്കൊരു ബ്രേക്ക് കിട്ടുമ്പോൾ എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോകാൻ പറ്റുന്നത്. ഈ മുടിയിലേക്ക് നോക്കുക ഭ്രാന്തി പോലെ. ഞാൻ ഏതോ ഒരു സിനിമ കാണുന്നു. തണ്ണിമത്തൻ കഴിച്ചപ്പോൾ തണ്ണിമത്തനെ കുറിച്ചൊരു കഥ ഓർമ്മ. ഫാൻ ഇട്ടേക്കുന്നത് ക്ലിയർ അല്ലല്ലേ? ഓക്കെ, ഇനി ഞാൻ ഒരു തണ്ണിമത്തൻ്റെ ഒരു കഥ പറയാം. ഇവിടെ സഫീല തൂക്കുന്നു. അപ്പോൾ നമുക്ക്
അല്ല സഫീല അവിടെ എവിടെയെങ്കിലും തൂക്കമുണ്ടോ? 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വരുമോ? ഞാൻ പെട്ടെന്ന് ഒരു സാധനം ഷൂട്ട് ചെയ്തിട്ട് പോവാം. 2 കാറും പോയ ഗ്യാപ്പിൽ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ സഫീല വന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നു, പാരയായിട്ട് ഇവിടെ നിൽക്കുക ഞാൻ. അപ്പോൾ തണ്ണിമത്തൻ എന്ന് പറയുന്ന ഫ്രൂട്ട് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് എനിക്കൊരു 7-8 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഊട്ടിയിൽ ഞങ്ങളുടെ ബോർഡിങ് സ്കൂളിൽ വെച്ചിട്ടാണ്. അതിന് മുന്നേ ഞാൻ തണ്ണിമത്തൻ്റെ ഫ്രൂട്ട് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, പടം കണ്ടിട്ടുമില്ല. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ ഈ സ്കൂളിലെ ബുക്കുകളിലൊന്നും ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ ഒന്നും, മേ ബി ഫ്രൂട്ട്സിൻ്റെ ഫോട്ടോസ് കാണിക്കുന്ന പോലെ ഈ 1-ാം ക്ലാസ്സിലേക്ക് ബുക്കില്ലേ, അതിലൊക്കെ ഇപ്പോൾ തണ്ണിമത്തനെയൊക്കെ സ്ഥിരം കാണാറുണ്ട് ഫോട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുമില്ല, ശ്രദ്ധിച്ചു. ഒരു പക്ഷേ ഉണ്ടായത് കാണാൻ ശ്രദ്ധിച്ചിട്ടില്ല, ബിക്കോസ് നമുക്കൊട്ട് ഫെമിലിയർ അല്ല. നമുക്കന്ന് ആകെ ഫെമിലിയർ ആയിരുന്ന ഫ്രൂട്ട് ആപ്പിൾ, ഓറഞ്ച്, മുന്തിരിങ്ങ, ബനാന, ഇത്രയൊക്കെ നമുക്ക് അറിയാവൂ. അതിൻ്റെ അപ്പുറത്തോട്ട് ഇവൻ സ്ട്രോബെറി പോലും ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ സ്കൂളിൽ എന്നും ലഞ്ചിന് ഉച്ചയ്ക്ക് നമുക്ക് ഓരോ ദിവസവും എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കിട്ടും. ആപ്പിൾ ആണെങ്കിൽ ഒരു ഫുൾ, ഓറഞ്ച് ആണെങ്കിൽ ഒരു ഫുൾ, മുന്തിരി ആണെങ്കിൽ ഒരു ചെറിയ കൊല, ബനാന ആണെങ്കിൽ ഒരെണ്ണം, പിന്നെ പലപ്പോഴും പേരോ അതുപോലെ എന്തെങ്കിലും കാണും. ചില ദിവസം അതൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും പുഡിങ് പോലെ അങ്ങനെ എന്തെങ്കിലും കിട്ടും. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ ഡേ ലഞ്ചിന് വന്ന് അകത്ത് കയറിയപ്പോൾ എല്ലാവരുടെ നമ്മുടെ സ്റ്റീലിൽ, അയ്യോ ബൾബിൻ്റെ വലിപ്പം, ഇതിങ്ങനത്തെ വണ്ടി കാണുമ്പോൾ എനിക്ക് പഴയ സിനിമയിൽ ജഗതിയൊക്കെ ഇങ്ങനത്തെ ഒരു സാധനം അനൗൺസ് ചെയ്തുകൊണ്ട് പോകില്ലേ, അത് കാണാം, അത് ഓർമ്മ വരും. അപ്പോൾ അന്ന് ഇങ്ങനെ ഡൈനിങ് ഹാളിലോട്ട് കയറുമ്പോൾ സ്റ്റീലിൽ 3 ഓട്ടയുള്ള പ്ലേറ്റുകളാണ് നമ്മുടെ സ്കൂളിലെ പ്ലേറ്റ് അന്ന്. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇപ്പം ഭയങ്കര 5 സ്റ്റാറാണ്. അന്ന് അങ്ങനെയായിരുന്നു. ദിസ് ഇസ് 81 ആ കാലം, 80-ൽ. അപ്പം എന്നൊരു ദിവസം ഇതുപോലെ നമ്മൾ ഡൈനിങ് ഹാളിലോട്ട് കയറുമ്പം ആ 3 ഓട്ടയുള്ളതിൽ ആ 3-ാമത്തെ ഹോളിലും വലിയ പീസ് ഓഫ് തണ്ണിമത്തൻ എല്ലാ കുട്ടികളുടെയും പ്ലേറ്റിലിരിക്കുക. അത് കാണാൻ തന്നെ ഒരു സൈറ്റായിരുന്നു കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ ദ ഡൈനിങ് ഹാൾ ലുക്ക് സോ ബ്യൂട്ടിഫുൾ ആൻഡ് സോ അട്രാക്റ്റീവ്, ഓൾ റെഡ് പീസ്. വാവ്, വാട്ട് ഈസ് ദിസ് ഫ്രൂട്ട്? അപ്പോൾ അറിയാവുന്ന ഒത്തിരി കുട്ടികളുണ്ടല്ലോ, മേ ബി അവരുടെ നാട്ടിൽ കഴിച്ചിട്ടുണ്ടോ. ഓ ദാറ്റ്സ് കോൾഡ് വാട്ടർമെലൺ. ഇവിടെ തമിഴ്നാട്ടിലാണ് തണ്ണിമത്തൻ എന്ന് വിളിക്കും. അങ്ങനെ അത് ആദ്യമായിട്ട് ഐ റിമെമ്പർ ടേക്കിംഗ് ദ ഫസ്റ്റ് ബൈറ്റ് ഇൻ ടു എ പീസ് ഓഫ് വാട്ടർമെലൺ. Instantly I fell in love with this fruit. എനിക്കൊരു ഫുൾ പീസ് കഴിച്ചിട്ട് എനിക്ക് കൊതി തീർന്നില്ല. എൻ്റെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട് വിജി വർഗീസ്, എൻ്റെ ക്ലാസ്സിൽ. ഇന്ന് ഔട്ട് ഓഫ് ദ ബ്ലൂ ഷി കോൾഡ് മീ ടുഡേ മോർണിംഗ്. ഞങ്ങളുടെ കിച്ചൺ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അർജുൻ്റെ നമ്പർ ചോദിച്ചാണ് ഇന്ന് വിജി വിളിച്ചത്. അപ്പോൾ ഇന്ന് ഐ എം റിമൈൻഡഡ് ഓഫ് വിജി. ആൻഡ് വിജി ഹേറ്റഡ് ദ ടേസ്റ്റ് ഓഫ് തണ്ണിമത്തൻ. ആൻഡ് അന്ന് തൊട്ട് എത്ര കാലം നമ്മുടെ സ്കൂളിൽ 10th സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു, എന്നൊക്കെ തണ്ണിമത്തൻ കിട്ടുമോ വിജിയുടെ തണ്ണിമത്തൻ എനിക്കാണ്. ഷീൽ ഗിവ് മീ ഹർ പീസസ്. പക്ഷെ ഞാൻ എൻ്റെ അനിയത്തിയൊക്കെ സ്കൂളിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ അനിയത്തിക്ക് ഷെയർ ചെയ്യും. അനിയത്തിക്കും ഇഷ്ടമായിരുന്നതുകൊണ്ട് എനിക്ക് വിജി തരുന്ന പീസ് ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു എൻ്റെ അനിയത്തിക്കും. അങ്ങനെ സോ ദാറ്റ്സ് വെൻ ഐ ഫസ്റ്റ് ഹാപ്പൻ ടു ഹാവ് തണ്ണിമത്തൻ. സഫീല വന്നോ? ഞാൻ അകത്ത് പോയി ബാക്കി സംസാരിക്കാം. അങ്ങനെ ആ ഒരു സീസണിൽ മേ ബി ഒരു ടേമിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ തണ്ണിമത്തൻ കിട്ടുമായിരുന്നു. ഐ ജസ്റ്റ് ലുക്ക് ഫോർവേഡ് ടു ഹാവിങ് തണ്ണിമത്തൻ. ഞാൻ ആ സമയത്ത് ഞാൻ 3rd പഠിക്കുമ്പോൾ ഞാൻ വെക്കേഷൻ നാട്ടിലാണ് വരുന്നത്. അന്ന് ഐ റിമെമ്പർ ടെല്ലിങ് മൈ മദർ ദർ ഇസ് എ ഫ്രൂട്ട് ലൈക്ക് ദിസ് ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് ദിസ് ബിഗ് ആൻഡ് ഗ്രീൻ കളർ, അകത്ത് റെഡ് കളറാണ്. എനിക്കത് കഴിക്കാൻ കൊതിയാണ്. സ്കൂളിൽ കിട്ടുമ്പോൾ ഒരു പീസേ കിട്ടൂ, അപ്പോൾ എനിക്ക് ഇനിയും കഴിക്കണം. അപ്പോൾ മദർ, എൻ്റെ അമ്മയ്ക്കത് അറിയത്തില്ല എന്താണെന്ന്. അമ്മ ഓ ആണോ അതെന്താണെന്നൊക്കെ ചോദിച്ചൊന്നും അറിയത്തില്ല. ഞാൻ 5ാം ക്ലാസ്സിലായപ്പോൾ, ഞാനൊരു 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്നൈയിലോട്ട് അവിടെ ഒരു പ്രോപ്പർട്ടിയൊക്കെ വാങ്ങി. ഞങ്ങൾ ഇടയ്ക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. പാരൻസ് അവർ മസ്കറ്റിലായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് ചെന്നൈയിലൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് സ്കൂൾ വെക്കേഷനൊക്കെ ചെന്നൈയിലെ വീട്ടിലോട്ടായിരുന്നു പോകുന്നത്. എന്നിട്ട് പിന്നെ നമ്മളൊരു 6ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ തൊട്ട് എൻ്റെ അമ്മയൊക്കെ അങ്ങ് മസ്കറ്റിൽ പോയി. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ ഈ 5ാം ക്ലാസ് പഠിക്കുന്ന ആ ഒരു സീസണിൽ ചെന്നൈയിൽ പോകുമ്പോൾ അന്ന് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട്, ഒരു ലേഡിയാണ് ഞാൻ പോയപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വന്നത്. അന്ന് എന്നെ പിക്ക് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ഒരു ഓട്ടോയിൽ
എങ്ങോട്ടോ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പുറത്തോട്ട് നോക്കിയിരുന്നപ്പോൾ ചെന്നൈയിലൊക്കെ ഈ തണ്ണിമത്തൻ ഇങ്ങനെ കൂട്ടിയിട്ടേക്കും വഴിയിലൊക്കെ. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഒരു സ്ഥലത്തൊരു 150ഓളം തണ്ണിമത്തൻ കൂട്ടിയിട്ടേക്കുന്നു, വലുത്. ഞാൻ പറഞ്ഞു അയ്യോ ആ ഫ്രൂട്ടിനെ കുറിച്ചാണ് ഞാൻ കുറേ നാളുകൊണ്ട് പറയുന്നത്, എനിക്കത് കഴിക്കാൻ വേണം, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി നിർത്തി ഒരു വലിയ തണ്ണിമത്തൻ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ അന്നത് എത്ര പീസ് കഴിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ കഴിച്ച് എൻ്റെ കൊതി തീരുന്ന വരെ ഞാൻ തണ്ണിമത്തൻ കഴിച്ചിട്ട് നെക്സ്റ്റ് ഡേ എനിക്ക് ലൂസ് മോഷനായി. ബിക്കോസ് അത്രയ്ക്ക് ഞാൻ കഴിച്ചു. ലൈക്ക് എനിക്ക് അത്രയ്ക്ക് കൊതിയായിരുന്നു. കാരണം ഈ സ്കൂളിൽ കിട്ടുമ്പോൾ എൻ്റെ ഒരു പീസും വിജിയുടെ ഒരു പീസും, ആ 2 പീസ് മാത്രം കിട്ടിയിട്ട് എൻ്റെ കൊതി തീർന്നിട്ടേ ഇല്ലായിരുന്നു. എനിക്കതങ്ങ് ഒത്തിരി കഴിക്കണം എന്നുള്ള എൻ്റെ ഒരു കൊതി. ഞാനൊരു 3/4 തണ്ണിമത്തനെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചു. എനിക്ക് പെട്ടെന്ന് ലൂസ് മോഷനായി. പിന്നെ എൻ്റെ അമ്മ വഴക്ക് പറഞ്ഞു, കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ തണ്ണിമത്തൻ ഓൾവേസ് റിമെയിൻഡ് എ വെരി ഫേവറേറ്റ് ഫ്രൂട്ട് ഓഫ് മൈൻ. ഇറ്റ്സ് എ ഫ്രൂട്ട് നമുക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു ഫ്രൂട്ടാണ്. ഇറ്റ്സ് എ ബിഗ് ഫ്രൂട്ട് അല്ലേ. നമുക്ക് ഒരെണ്ണം വാങ്ങിച്ചാൽ ഹോൾ ഫാമിലിക്ക് ലാവിഷായിട്ട് കഴിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ചെറുതാണ് കിട്ടണം, പണ്ട് ഭയങ്കര വലുതാണ് കിട്ടണേ. പണ്ടൊക്കെ ഒരു വലിയ ഫ്രൂട്ട് നമുക്കൊരു 50 രൂപ 75 രൂപയ്ക്കൊക്കെ പണ്ട്, ഞാൻ കൊച്ചായിരിക്കുമ്പോൾ 10 രൂപയ്ക്കാണ് കിട്ടുന്നത്, വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ 2-3 ദിവസം വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ എല്ലാവർക്കും ആ ഒരു ഈ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തൊക്കെ പണ്ട് കഴിക്കും. അങ്ങനെ ലാവിഷായിട്ട് കഴിക്കാൻ പറ്റും തണ്ണിമത്തൻ എന്നൊരു ഫ്രൂട്ടാകുമ്പോൾ. മറ്റതൊന്നും നമുക്ക് അത്രയ്ക്ക് വാങ്ങിയാൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെ വയർ നിറയുന്നവരെ കഴിക്കാൻ പറ്റില്ല. തണ്ണിമത്തൻ ആ ടൈപ്പ് ഒരു ഫ്രൂട്ടായിരുന്നു. പിന്നെ കുറച്ച് കാലമൊക്കെ കഴിഞ്ഞപ്പോൾ കേരളത്തിലൊക്കെ അത് നന്നായിട്ട് വന്നു തുടങ്ങി, സുലഭമായി വന്നു തുടങ്ങി. ആൻഡ് അമ്മു കുഞ്ഞായിരുന്നപ്പോൾ അമ്മുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു തണ്ണിമത്തൻ. ആൻഡ് തണ്ണിമത്തൻ ഡാർക്ക് തണ്ണിമത്തൻ്റെ ഏറ്റവും ആ സെൻറ്ററിൽ വരില്ലേ, ഇച്ചിരി മധുരം കൂടിയ ഒരു സംഭവം. അതിന് അമ്മു കുഞ്ഞിലെ, അമ്മുവിനൊരു 1.5 വയസ്സൊക്കെ ഉള്ള സമയത്ത് അമ്മു സ്വയം ഇട്ട ഒരു പേരാണ് നെച്ച. ആ സോഫ്റ്റ് സാധനത്തിൽ. അപ്പോൾ തണ്ണിമത്തൻ കട്ട് ചെയ്യുമ്പോൾ അമ്മു പറയും നെച്ച മതി, നെച്ച വേണം. അവൾക്ക് ആ നെച്ച എന്നുള്ള വേർഡ് അമ്മുവിന് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും ആ തണ്ണിമത്തൻ്റെ നെച്ച എന്നോട് ഉദ്ദേശിക്കണം ആ സെൻറ്ററിൽ ആ ഇച്ചിരി മധുരം കൂടിയ ഒരു പോർഷൻ നമ്മൾ ഈ ഷേപ്പിൽ വെട്ടിയെടുക്കുമ്പോൾ ആ ടോപ്പ് ടിപ്പ്. അപ്പം ഞാനും കിച്ചും തണ്ണിമത്തൻ വെട്ടിയിട്ട് അത് മാത്രം അമ്മുവിന് കൊടുക്കും. ആൻഡ് തണ്ണിമത്തൻ്റെ കഥ പറയുമ്പോൾ അമ്മുവിന് ഏകദേശം 1 മാസം പ്രായമുള്ളപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഓമി അതുപോലെയാണ്, നമ്മൾ അവനെ അടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ല ഫുഡ് നല്ല മണമുള്ള ഫുഡൊക്കെ സൈഡിലുണ്ടെങ്കിൽ അവൻ ഉണന്ന് ആ ഫുഡ് കഴിക്കാനുള്ളൊരു കൊതി. നാച്ചുറലി അവരുടെ ടേസ്റ്റ് ബഡ് നമ്മളെ പോലെയല്ലേ വർക്ക് ചെയ്യുക. ആ സ്മെല്ല് കിട്ടുമ്പോൾ അവർക്കിങ്ങനെ അവരിങ്ങനെ ആക്ഷൻ കാണിക്കും, പാലിന് വേണ്ടി ഒരു കൊതി അവരുടെ മുഖത്ത് കാണും. അപ്പോൾ ഇതുപോലെ അമ്മൂന് 1 മാസം പ്രായമുള്ള സമയത്ത് ഞാൻ കിച്ചുവിൻ്റെ അമ്മയൊക്കെ താമസിക്കുന്ന ഫ്ലാറ്റിലായിരുന്നു. കിച്ചു എന്തോ തണ്ണിമത്തൻ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആസ് യൂഷ്വൽ. സൈഡിലെന്തോ അമ്മു ഉണ്ടായിരുന്നു. ആൻഡ് അമ്മു ഇങ്ങനെ വാ തുറന്ന് ഫുഡ് കഴിക്കണം എന്നുള്ളൊരു എക്സ്പ്രഷൻ കാണിച്ചപ്പോൾ ഈ കിച്ചു അന്നൊരു ഇത്രയുള്ളൊരു ലക്ഷ്മി തന്നൊരു വെള്ളിക്കിണ്ണം, വീട്ടിൽ ഇത്രയുള്ള കിണ്ണം, അതിലോട്ട് കിച്ചു കുറച്ച് തണ്ണിമത്തൻ ജ്യൂസ് ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ചിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കണേ ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു കിച്ചു കൊടുത്തുകൂടാ, വേറെ വെള്ളമൊന്നും കൊടുക്കാൻ പാടില്ല. അന്നൊക്കെ 3 മാസം വരെ ബ്രസ്റ്റ് മിൽക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റായിരുന്നു ആ കാലത്ത്. ഇപ്പോഴാണ് 6 മന്ത് എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ 3 മാസം വരെ വന്നപ്പോൾ കിച്ചറിയോ പിന്നെ ഒരു ഇച്ചിരി തണ്ണിമത്തൻ്റെ ജ്യൂസ് കുടിച്ചാൽ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഞാൻ നോക്കിക്കൊണ്ട് ഇപ്പോൾ കിച്ചു ഇത് പിഴിഞ്ഞൊഴിച്ചിട്ട് ഒരു 2 സ്പൂണോളം ജ്യൂസ് എടുത്തിട്ട് അമ്മുവിൻ്റെ വായിലൊഴിച്ചു കൊടുത്തു. എനിക്ക് ഐ സോ ബാഡ്ലി വോണ്ട് ടു സ്റ്റോപ്പ് ഹിം. ഇന്നാണെങ്കിൽ ഞാൻ തട്ടിത്തെറിപ്പിച്ചത് കേട്ടോ. ഇന്ന് അങ്ങനെ ചെയ്യാൻ വന്നാൽ ഐ ജസ്റ്റ് ത്രൂ. പക്ഷേ അന്ന് എനിക്കും ഒരു പോയിന്റിനപ്പുറത്ത് ലൈക്ക് ഐ തോട്ട് മേ ബി ഞാനും വിചാരിച്ചാൽ കുഴപ്പമില്ലായിരിക്കുമല്ലേ, ഇച്ചിരില്ലേ കൊച്ചിത്രയും കൊതി കാണിക്കുമല്ലേ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ കിച്ചു തണ്ണിമത്തൻ്റെ ജ്യൂസ് അമ്മുവിൻ്റെ വായിൽ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അമ്മുവിന് സുഖമില്ലാതായി. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ തൊട്ട് അമ്മുവിന് ഭയങ്കര ലൂസ് മോഷൻ, ഒട്ടും വയ്യ, കരയുന്നു. അങ്ങനെ അന്ന് ഞാൻ ഡെലിവറി ഒക്കെ ചെയ്ത് ആ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അവിടുത്തെ പീഡിയാട്രീഷ്യനാണ് നോക്കിക്കൊണ്ടിരുന്നത് ആനടിയിൽ. അപ്പോൾ അവിടെ കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെ വയറൊന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അന്നൊക്കെയാണെങ്കിൽ നമ്മളിങ്ങനെ ഡയപ്പേഴ്സ് അല്ലായിരുന്നു അപ്പോഴും യൂസ് ചെയ്യുന്നത്. എനിക്ക് ഡാഡി അതിന് ശേഷം ഡയപ്പേഴ്സൊക്കെ എനിക്ക് മസ്കറ്റിൽ നിന്ന് കൊടുത്തു വിട്ടു. പക്ഷെ അതൊക്കെ വന്നത് 1 മാസം കൊണ്ട് കഴിഞ്ഞിട്ടാണ്. ഈ സമയത്തൊക്കെ അത് ഇവിടെ അന്ന് ഏതോ ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഉണ്ടായിരുന്നല്ലോ, സ്നഗ്ഗിയോ അങ്ങനെയൊന്നൊക്കെ ഇവിടെ കിട്ടും. അന്ന് ഇമ്പോർട്ടഡ് ഐറ്റംസ് ഒന്നും നമുക്കന്ന് ഇവിടെ ഒട്ടും അവൈലബിൾ അല്ല.
അപ്പോൾ ഈ നാപ്പി ക്ലോത്ത് എൻ്റെ ഉണ്ട്, നാപ്പി ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. ഞാനതൊക്കെ കഴുകി ഒരു ലെവലായി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവരവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് അമ്മൂൻ്റെ കാലിൽ ഡ്രിപ്പ് കൊടുത്തു. എനിക്ക് ഓർമ്മയുണ്ട്, കാലിൽ ഒരു പലക പോലെ ഒരു കുഞ്ഞു സാധനം വെച്ചിട്ട് അതിലിങ്ങനെ സ്ട്രാപ്പ് ചെയ്ത് അതിലാണ് ഡ്രിപ്പ് കൊടുത്തത്. അങ്ങനെ ഒരു 1 day അവിടെ ഹോസ്പിറ്റലിലായിരുന്നു. ഞാൻ അപ്പോഴത്തേക്ക് ഐ വാസ് ലൈക്ക് എക്സോസ്റ്റഡ്. തുണിയൊക്കെ കഴുകണം, ആകെ ഒരു ഇത്. ഐ സ്റ്റിൽ റിമെമ്പർ ബെഡ്ഷീറ്റിലായി, ഇതിലായി ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അല്ലാത്തൊരവസ്ഥ. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ നമ്മൾ നാഗമ്മ കുളിപ്പിക്കാൻ വന്നുകൊണ്ടിരിക്കുമോ അപ്പോഴും. പുള്ളിക്കാരിയാണ് പാവാന്ന്. എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഒത്തിരി തുണിയൊക്കെ ഉണ്ടായിരുന്നു, മുഷിഞ്ഞത് കുളമായത്. പുള്ളിക്കാരി എല്ലാം കഴുകി തന്നു. അവരുടെ അവിടെ അന്ന് വാഷിംഗ് മെഷീൻ ഇല്ലായിരുന്നു കിച്ചുവിൻ്റെ വീട്ടിൽ. എല്ലാം പുള്ളിക്കാരിയും കഴുകി. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. കഴുകി തന്നു, ഒരു ഇതായി. എന്നിട്ട് പിന്നെ വേറെ എവിടെയോ അമ്മൂൻ്റെ മറ്റേത് ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊണ്ടുപോയി, മറ്റേ സ്റ്റൂൾസ് അതിനൊക്കെ കൊണ്ടുപോയി. ആൻഡ് ഐ വാസ് ലൈക്ക് റിയർലി ഞാനങ്ങ് ഡ്രെയിൻഡായി വല്ലാതെ. കിച്ചു അപ്പോഴത്തേക്ക് ഏതോ ഷൂട്ടിന് പോയി. ഞാൻ വല്ലാതെ ഡ്രെയിൻഡായ കുറച്ച് ദിവസങ്ങളായിരുന്നു. അതിനുശേഷമാണ് കോസ്മോ ഹോസ്പിറ്റലിൽ ഡോക്ടർ രാജശേഖർ എന്ന് പറഞ്ഞൊരു പീഡിയാട്രീഷ്യനുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ആരോ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്, ഇതുപോലെ പീഡിയാട്രീഷ്യനുണ്ട്, ടേക്ക് ദ ചൈൽഡ്. ഇപ്പോഴത്തേക്ക് ഏകദേശം ഒരു 1 week ആയി. 1 week സിക്ക് ആൻഡ് മെഡിസിൻ ആൻഡ് അതും ഇതുമൊക്കെ ആയിട്ട്. അന്ന് എനിക്കൊരു 24 വയസ്സായോ, എൻ്റെ പ്രായം എത്രയാണ്, 24 ആയിട്ടില്ല. അപ്പം ഞാൻ ഇന്നത്തെ നമ്മുടെ ഇഷാനിയുടെ പോലത്തെ ഒരു പ്രായം, ഞാൻ ഡ്രെയിൻഡായി. അങ്ങനെ ഞാൻ കോസ്മോയിൽ ഡോക്ടർ രാജശേഖറിൻ്റെ അടുത്ത് ആദ്യമായിട്ട് പോകുന്നു അമ്മൂനെ കൊണ്ട്. ഹി വാസ് എ മജീഷ്യനാണ് ഡോക്ടർ രാജശേഖർ. എക്സലൻറ്റ് ഡോക്ടറാണ്. ഡോക്ടർ എൻ്റെ വീഡിയോ അങ്ങനെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് എൻ്റെ ഈ വീഡിയോയിലൂടെ ഐ വുഡ് ലൈക്ക് വോണ്ട് ടു ഷെയർ മൈ ലവ് ആൻഡ് റെസ്പെക്റ്റ് ഐ ഹാവ് ഫോർ യു. എൻ്റെ എല്ലാ കുട്ടികളെയും കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ ഡോക്ടർ രാജശേഖറിൻ്റെ അടുത്ത് കോസ്മോയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആൻഡ് യു വാസ് സച്ച് എ ഗ്രേറ്റ് ഡോക്ടർ. യുനോ എന്നിട്ട് ഞാൻ പറയും, ഡോക്ടർ ഒന്ന് പോയി കണ്ടാൽ മതി, മരുന്ന് പോലും കഴിക്കണ്ട, അസുഖം മാറും. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി കണ്ട് ഡോക്ടർ കറക്റ്റായിട്ട് പ്രശ്നങ്ങൾ മനസ്സിലാക്കി എന്നെ അഡ്വൈസ് ചെയ്തു, മരുന്ന് തന്നു. ഐ തിങ്ക് വിത്തിൻ 1 or 2 days അമ്മു പെർഫെക്റ്റായി. അതിനുശേഷം പിന്നെ ഓൾ ആ ചിൽഡ്രൻ ഞാൻ അവിടെ കൊണ്ടുപോയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും. പിന്നെ ഹൻസുവിന് നെഫ്രോട്ടിക് സിൻഡ്രത്തിൻ്റെ ഇത് ആദ്യം കണ്ടുപിടിച്ച് പറഞ്ഞു തന്നത് ഡോക്ടറായിരുന്നു. എന്നിട്ട് ഡോക്ടർ ഒരിക്കലും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറയത്തില്ല. എന്നെ അപ്പം തന്നെ നമ്മൾ അഡ്വൈസ് ചെയ്ത് അനന്തപുരി ഹോസ്പിറ്റലിൽ ഡോക്ടർ കാശി വിശ്വേശ്വരൻ എന്ന് പറഞ്ഞിട്ട് നെഫ്രോളജിസ്റ്റ് ഉണ്ട്, ഹീസ് എ ബെസ്റ്റ് ഇൻ ടൗൺ, ഗോ ടു ഹിം എന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഗൈഡ് ചെയ്തു വിട്ടു. അല്ലാതെ നമുക്കിവിടെ ഈ ഹോസ്പിറ്റൽ കോസ്മോ എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ദീപ നായരുടെ ഫാദർ ഇൻ ലോ ആൻഡ് ഫാമിലി അവരുടെ ഹോസ്പിറ്റലാണ്. സോ നമുക്ക് അല്ലാത്ത ഹോസ്പിറ്റലിൽ എല്ലാവരും നല്ല റിലേഷൻ ഉണ്ട്. എന്നാലും നമുക്ക് ഒരു അസുഖം വരുമ്പോൾ നമുക്ക് അതിലൊരു സ്പെഷ്യലൈസേഷൻ വേണം. അപ്പോൾ വിൽ ട്രൈ ടു ഗോ ടു ദ ബെസ്റ്റ് ഈവൻ ഇഫ് ഇറ്റ്സ് ഇൻ അനദർ ഹോസ്പിറ്റൽ. എൻ്റെ ഫോണിൽ അമ്മൂൻ്റെ കോൾ വരുന്നു. പക്ഷെ എന്തായാലും ഞാൻ ഈ കഥയൊന്ന് തീർത്തോട്ടെ. അപ്പോൾ അതാണ് ആ തണ്ണിമത്തൻ. അവിടെയായിരുന്നു അമ്മൂൻ്റെ തണ്ണിമത്തൻ്റെ കഥ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അമ്മു എന്നെ നെച്ചാന്ന് വിളിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇവിടെ ഓസിക്ക് തണ്ണിമത്തൻ തീരെ ഇഷ്ടമല്ല. അമ്മു ഗേറ്റ് തുറക്കാനാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്കിനി വേറെ എന്തെങ്കിലുമായിട്ട് ഇന്നത്തെ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് പുറത്ത് പോകാം. ഇന്ന് ഭയങ്കര അടിപൊളി ഒരു ലഞ്ചാണ്. ദിസ് റൈസ്, ഇത് ഞങ്ങളുടെ ഇവിടെ സ്ഥിരം വയ്ക്കുന്ന ഒരു ടൊമാറ്റോ കറിയാണ്, തേങ്ങാപ്പാലിട്ടിട്ട്. അത് ആക്ച്വലി എൻ്റെ വീട്ടിലൊരു കറിയാണ്. ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ അമ്മയൊക്കെ പണ്ടാക്കുന്നൊരു കറി. അതിങ്ങനെ അപ്പച്ചി ചെയ്ത് അത് ഞങ്ങളുടെ ക്രിസ്ത്യനാക്കുന്നത് മിക്കവർക്കും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഇഷ്ടമല്ല. ഐ തിങ്ക് അമ്മു ആൻഡ് ഊസിനോട് ഇതിലേക്ക്. ഇത് നമ്മുടെ ഗാർഡനിൽ മുരിങ്ങയില തോരൻ, ദിസ് ഇസ് പയർ, ഇത് കോളിഫ്ലവർ, കപ്പ, മത്തിക്കറി. ആൻഡ് ഇത് ഇവിടെ എന്ന് നാരങ്ങ വെള്ളം ആക്കുമ്പോൾ അതിൻ്റെ തോടെടുത്ത് വെച്ചിട്ട് ഇട്ട അച്ചാർ, ഇത് കുറച്ച് മാങ്ങ അച്ചാർ. സോ അടിപൊളിയായിട്ടുള്ളൊരു ലഞ്ചാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കോംബോ ആണ്. ആരും ബെല്ലടിക്കുന്നു, ആരാണ് പറയത്തില്ല. അപ്പം ഞാൻ കഴിക്കട്ടെ. കപ്പ മത്തിക്കറി നല്ല കോമ്പിനേഷനാണ്. ഒരാഴ്ചയായി ജിമ്മിൽ പോയിട്ട് മൺഡേ തൊട്ട് പോയി തുടങ്ങണം. ഇന്നലെ ഞാൻ കോമഡി പറയട്ടെ. ഞങ്ങളിവിടെ നിൽക്കുന്ന പുതുതായിട്ട് വന്ന ഞങ്ങളുടെ ഹെൽപ്പ് പുള്ളിക്കാരിക്ക് ചെറിയ BP വേരിയേഷൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ BP അപ്പാരറ്റസ് ഉണ്ട്, ആവശ്യമുണ്ട് വരും. അപ്പോൾ അത് നോക്കിയപ്പോൾ അത് വർക്ക് ആവുന്നില്ല. ഞങ്ങൾ ബാറ്ററി മാറ്റണമെന്ന് വിചാരിച്ചു, ബാറ്ററി മാറ്റിയിട്ട് വർക്ക് ആവുന്നില്ല. അങ്ങനെ ഇന്നലെ രാവിലെ ഞങ്ങളുടെ ഇവിടെ സ്ഥിരം മംഗലത്ത് മെഡിക്കൽസ് വിളിച്ചിട്ട് ഒരു BP നോക്കുന്ന അപ്പാരറ്റസ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു.
വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ പുള്ളിക്കാരിയുടെ BP നോക്കുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു എൻ്റെ BP ഒന്ന് ചെക്ക് ചെയ്യാം, ജസ്റ്റ് ടു സീ ഇഫ് ഇറ്റ്സ് വർക്കിംഗ്. ബിക്കോസ് എൻ്റെ മനസ്സിൽ എനിക്ക് BP ഒന്നുള്ള ഒരാളല്ല, വളരെ പെർഫെക്റ്റ്ലി ഹെൽത്തി ഒരാളാണ്. അങ്ങനെ ഞാനിതെൻ്റെ കയ്യിൽ അങ്ങോട്ട് വെച്ച് BP നോക്കിയപ്പോൾ ഈ നാട്ടിലൊന്നും ഇല്ലാത്ത പോലത്തെ ഒരു നമ്പർ, ഏതോ നമ്പർ എന്ന് വെച്ചാൽ ആ സംതിങ് 240 സംതിങ് 1 സംതിങ് സംതിങ് പോലെ വന്നു. ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചു. ChatGPT ഇട്ടപ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ ആ കണ്ടീഷനിലുള്ള ആൾ ഉടനെ വല്ല ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കണം. അപ്പം എൻ്റെ അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിക്കാരിക്ക് ചെയ്തപ്പോൾ ഹേഴ്സ് വാസ് ലൈക്ക് ക്വൈറ്റ് നോർമൽ. ഐ നോ ദാറ്റ് നോർമലായിരുന്നു. ഞാൻ കുറച്ച് പാനിക്കായി. എന്നിട്ട് ഉച്ചയായപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ നോക്കി. അതും വളരെ രാവിലത്തേക്കാൾ ചൂട് താഴ്ത്തി കാണിച്ചു, എന്നാലും ലൈക്ക് ഹൈ പോലെ കാണിച്ചു. പിന്നെ ഞാൻ ദേവികയ്ക്ക് മെസ്സേജ് ഇട്ടു, അമ്മൻ്റെ ഫ്രണ്ട് ഡോക്ടർ ദേവികയ്ക്ക് മെസ്സേജ് ഇട്ടു. ആൻറ്റി നാളെ രാവിലെ ഹോസ്പിറ്റലിൽ വാ, ആൻറ്റിയുടെ മെഷീനും കൊണ്ടുപോവാ, നമുക്ക് ഇവിടത്തേലും നോക്കാം അതിലും നോക്കാം. അപ്പം ഇതുപോലെ ഹൈ ആണെങ്കിൽ ചിലപ്പോൾ ആൻറ്റിക്ക് മെഡിസിൻ എടുക്കേണ്ടി വരും, ചിലപ്പോൾ ഫോൾട്ടി ആയിട്ട് കാണിച്ചതായിരിക്കാം. എൻ്റെ ഇന്നലെ രാത്രിക്ക് നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയൊക്കെ പറഞ്ഞു ഇന്നോട്ട് അമ്മ മര്യാദയ്ക്ക് 11 മണിക്ക് പോയി കിടന്ന് ഉറങ്ങിക്കോ, 1 മണിക്കൊക്കെ ഞാൻ നേരം വരെ നടക്കുന്നുണ്ടാവും, എല്ലാവരും സഹായിച്ചിട്ടുണ്ട്, മര്യാദയ്ക്ക് ഉറക്കം കിട്ടാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് സ്ട്രെസ്സായി. ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല. നമ്മുടെ മെഷീനും ഒരേപോലെ കാണിച്ചു, മരുന്ന് കാണിച്ചു. പക്ഷേ ഞാൻ വെച്ചത് റോങ് ആയിരിക്കാം. അതിന് ഇന്ന് എനിക്ക് ദേവിക കറക്റ്റായിട്ട് പറഞ്ഞു തന്നു, നമ്മൾ വെക്കുമ്പോൾ ഈ ആ പൊസിഷൻ, ഇത് വെക്കാനൊരു പൊസിഷനുണ്ട്, കറക്റ്റായിരിക്കണം എന്നുള്ളത്. ഗെയിം കഴിക്കട്ടെ, ബേബി എണീറ്റു, അപ്പോൾ ഓക്കെ. ആണല്ലേ? ആയിരിക്കും. ദാറ്റ്സ് വെരി പ്രിറ്റി. ഇത് എമറൽഡ്. ഓസി ഇപ്പം ഇട്ടേക്കുന്ന പോലത്തെ എൻ്റെ കമ്മലുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. പൂക്കൾ. ടുഡേയ്സ് ഹാർവെസ്റ്റ്. Who likes star fruit? Hansu, do you like? Hansu കുട്ടിയാണ് എനിക്ക് വേണ്ടി ബ്ലോഗ് ചെയ്തിരുന്നത്. റിഫ്ലക്ഷനിൽ കാണാം ഹൻസു കുട്ടി പൊട്ടിട്ടേക്കോ നൈറ്റ് ഡ്രസ്സിന്റെ കൂടെ. വെരി പ്രിറ്റി. ഷാനി ഡസൻ ലൈക്ക് ഇറ്റ്. ഷാനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഷാനിക്ക് ചുമ്മാ പൊട്ട് വെക്കണ ഇഷ്ടമല്ല. എനിക്ക് വെസ്റ്റേൺ വെയറിന്റെ കൂടെ പൊട്ടി. ഐ ആം നോട്ട് വെയറിംഗ് വെസ്റ്റേൺ വെയർ. ഇറ്റ്സ് ജസ്റ്റ് എ നൈറ്റ് ഡ്രസ്. അത് പാന്റ് കൊടുക്കുമല്ലോ, അത് ഇതുപോലെ. ഞാൻ ചുമ്മാ വെച്ചേ. ഐ മീൻ ഞാൻ കോളേജിൽ വെച്ചായിരുന്നു, ഞാൻ കുളിച്ചപ്പോ ഊരില്ല. കൊള്ളാം. ഹൻസുവിനെ കാണാൻ പറ്റും. ഹൗ ഇസ് യുവർ കോളേജ്? വേറെ ഒന്നുമില്ല ചോദിക്കാൻ. നിന്നോട് ഞാൻ എന്ത് ചോദിക്കാനാ കുട്ടി? ഇല്ല, ഏത് ഫ്രൂട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം? സ്റ്റാർ ഫ്രൂട്ടിന്റെ ഫാൻ അല്ല, ബട്ട് ഐ ലൈക്ക് എവറി അതർ ഫ്രൂട്ട്. മൈ ഫേവറേറ്റ് ഈസ് മാംഗോ. പുളിച്ച മാംഗോ വേണോ? ഐ മിസ് ഓറഞ്ച്. No, വേണ്ട. I need to sleep early. എവിടെ ട്രാവൽ ചെയ്ത ഞാനോ ഷാനി? കൊച്ചിയോ? കൊച്ചി. ആ ഹോട്ടലിൽ അവർ നമുക്ക് തന്നതാ, ഞാൻ എടുത്തിട്ട് വന്നു. അപ്പൊ ഇഷാനി എന്തിനാ എടുത്തിട്ട് പോണത്? ഞങ്ങളുടെ നമുക്ക് കഴിക്കാൻ അവർ തന്നതല്ലേ, അപ്പൊ നമ്മൾ കഴിച്ചില്ല. പക്ഷെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം. ഞാൻ ഇതുപോലെ ഫ്രീ കിട്ടുന്നതെല്ലാം ബാക്കി കൊണ്ടുവരും. നമുക്ക് കൂടെ വേണ്ട ആർക്കെങ്കിലും കൊടുത്തൂടെ? നമ്മളിങ്ങനെ കളയിട്ട് വരുന്നേ. അതെ. ഓറഞ്ച്. ഇത് ഓറഞ്ച് അല്ല, ഒരു മിനി കിനു പോലത്തെ സാധനം. ബേബി വോണ്ട് റംബുട്ടാൻ. ബേബി വോണ്ട് റംബുട്ടാൻ. മോശി വെച്ചേക്കും റംബുട്ടാൻ. റംബുട്ടാൻ I put into another പാത്രം, അല്ലെങ്കിൽ ടേസ്റ്റ് മാറും അല്ലേ? വേറെ പാത്രം. ബേബി അവിടെ കിടക്കുവാ അമ്മൂന്റെ കയ്യില്. അത് ഓസിയുടെ ബേബി. You're my baby. You have 4 babies. Yeah, I have so many babies. So many babies. Hansu baby ഇഷ്ടമാണ്? Yeah. ഭയങ്കര ഇഷ്ടമാണ്. Yeah, ബേബി it's ഒറ്റയ്ക്ക് എടുക്കില്ലല്ലേ? അന്ന് എപ്പോഴും എടുത്തു. എനിക്ക് പേടിന്ന് വെച്ചാൽ ബേബീനെ പേടിയെന്നല്ല, എനിക്കെന്തോ ഞാൻ വലിയ സുഖം ഇല്ലാന്ന് തോന്നും. നന്നായി. ലൈക്ക് എന്റെ കൈ തരുമ്പോ ബേബിക്ക് എന്തായാലും ഒരു സുഖവും കാണത്തില്ല. നീ മെലിഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ എടുക്കുമ്പോഴും എനിക്കൊരു പേടിയാ. ഹീസ് ടു സ്മോൾ. നോ, എന്റെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്കും വരാതിരിക്കാൻ. ഭയങ്കര കോസിക്ക് വയറൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെക്കുമ്പോ ഈസ് ലൈക്ക് വെരി കോസി ആയിട്ടായിരിക്കുന്നത്. നമ്മൾ പുറത്ത് പോയിരുന്നു ഓസിയുടെ കൂടെ. നമ്മളത് ഭീമാ ജ്വല്ലറിയിൽ പോയിരുന്നു ഗോൾഡ് എടുക്കാൻ.
He was so decent. എന്ത് പാവമായിരുന്നു. പാവം പോലും ശല്യമേ Didn't ഇല്ല. cry. No, പാവം പോലെ ഇരുന്നു. Yeah, he's very പാവം baby. പാവം ലൈക്ക് നമ്മുടെ എന്റെ പിള്ളേർ എല്ലാരെക്കാളും അവൻ പാവം. More than me. ഹൻസിക വരെ ഞാനും ടാൻട്രംസ് കാണിക്കുമായിരുന്നു. ഹൻസിക എപ്പോഴെങ്കിലും ഒന്ന് കരഞ്ഞ് പോയി കൊച്ചിട്ട് ഇങ്ങനെ കരയുന്നേ അങ്ങനെയൊക്കെ നമുക്ക് തോന്നിക്കാണും. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു പോയിന്റില്. പക്ഷെ ഇവനെ കൊണ്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഹാൻസിന്റെ വിരലുണ്ടോ? ഇല്ല സെല്ല് ഇല്ല. കുട്ടി വിരൽ ഇല്ലേ? ഇങ്ങനെ കുട്ടി വിരലില്ലേ? ഇവനെ കൊണ്ടൊന്ന് ഒരിക്കലും നമുക്ക് നമ്മളൊന്ന് വാഷ് ചെയ്യുമ്പോഴായാലും ഓരോ പ്രാവശ്യം ഞാൻ ഡയപ്പർ മാറ്റുമ്പോൾ ഐ വാഷും ചില സമയത്ത് ഹീറ്റർ ഇട്ട് ചൂടുവെള്ളം വരാൻ പോലും വെയിറ്റ് ചെയ്യില്ല. തണുത്ത വെള്ളത്തിൽ ഞാനൊക്കെ കഴുകും. പക്ഷെ അവൻ ഇത്ര ആക്കത്തേ ഉള്ളൂ. അല്ലാതെ ചില പിള്ളേർ അല്ലാതെ അതൊക്കെ പറയും കാര്യം. ഇത് അങ്ങനെ ഒട്ടും ശല്യമില്ല. വെരി 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 സ്വീറ്റ് ആൻഡ് പാവം ചൈൽഡ് കേട്ടോ. പുറത്തൊക്കെ ഒരു ഇതുമില്ല. ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് ലൈറ്റ് വെയിറ്റ് ഓൾസോ. നമുക്ക് കുഞ്ഞിനെ പിടിച്ചത് ജസ്റ്റ് ലൈക്ക് എ ടോയ്. വെരി സ്മോൾ. ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ ഒരു കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെയൊക്കെ നോക്കും കേട്ടോ. ഭയങ്കര അവന് വലിയ കണ്ണാണ്. ഞാൻ വെച്ചാൽ കുഞ്ഞു കണ്ണാണ്. അവന്റെ കണ്ണ് ആക്ച്വലി ഇത്തിരി ബിഗ് ആണ്. ഇന്ന് രാവിലെ അവരുടെ ബ്ലാക്ക് സോഫയിൽ കിടന്നപ്പോ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഹൻസുവിനെ വെച്ചിട്ട് നമ്മൾ ആ റൂമിലൊരു ഫോട്ടോ ഇല്ലേ, ഓഫീസ് റൂമിലൊരു ഫോട്ടോ ഇല്ലേ, ഫാമിലി ഫോട്ടോ. ഹൻസിന് ഒരു 1 month ഉള്ളപ്പോ എടുത്തൊരു ഫോട്ടോ. ഇങ്ങനെയൊക്കെ പിടിച്ചേക്കുന്ന ഹൻസിന് തൂങ്ങി കിടക്കുന്ന ഒരു ഫോട്ടോ. ഓഫീസിലുള്ള ഫാമിലി ഫോട്ടോ ആണോ? അതുപോലെ ഇരിക്കുന്നു. എക്സാക്ട്ലി അതുപോലെ. ഇടയ്ക്കിടെ എനിക്ക് തോന്നുന്നു എന്റെ ബേബി പിക്സിൽ അതുപോലെ ഇരിക്കുന്നു. ലുക്ക് ചില സമയത്ത് ഓസിയെ പോലെ വെരി സ്വീറ്റ് ബോയ്. മതിയോട്ടോ? ഇത്ര ഫ്രൂട്ട്സ് മതിയോ? മാങ്ങ ട്രൈ ചെയ്യണോ? ഈ പഴം ഹൻസിക കഴിക്കരുത്. ഇഷാനി ഫുട്ബോൾ കളിക്കുമ്പോ ആ ഏത്തപ്പഴം കൊണ്ടുപോയി ശീസഡ് അതിനകത്ത് പുഴു ഉണ്ടായിരുന്നു. സോ ബി കെയർഫുൾ. ഇത് ഇന്ന് ഇഷാനി ഓൺ ദ വേ വാങ്ങിയത്. നാളെ കോളേജ് പോയി എടുക്കുവാണെങ്കിൽ ടേക്ക് ദിസ്. സോ ഇന്നത്തേക്കുള്ള നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം റെഡി. ഇനി ഒരു ഫോക്ക് എടുക്കട്ടെ. ഇതൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ടിരിക്കുന്ന കാണാൻ എന്ത് രസം. എടുക്കണോ? കാണിക്കണോ? കാണിച്ചില്ലേ? കാണിക്ക്. ആരോ ഇതൊക്കെ ഞാൻ നീറ്റായിട്ട് വെച്ചിരുന്ന ഇവിടെ നിൽക്കുന്നവർ എന്തെങ്കിലുമൊക്കെ തോന്നുന്ന പോലെയൊക്കെ സ്റ്റഫ് ചെയ്തിട്ട് ഞാനെല്ലാം ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടാണ്. സമയം കിട്ടപ്പോൾ ഞാൻ വീണ്ടും അങ്ങനെയാക്കാം. അവർക്ക് ഒരു ചാൻസ് കൊടുത്ത് എല്ലാം കുറച്ച് കുളമാക്കും. കുഴപ്പമില്ല. എനിക്ക് ബോർഡടിക്കാൻ എന്തെങ്കിലും ജോലിയുണ്ട്. അപ്പൊ ഞാനത് വീണ്ടും റെഡി. എനിക്കൊന്ന് ഇഷ്ടം. ക്ലീൻ 1 2 3 4 come. എൻ്റെ ബേബിക്ക് കൊടുക്കണം. എൻ്റെ ഹൻസുവിന്. എങ്ങനെയുണ്ട്? എടാ പുറത്ത് നിന്ന് അത്രയും ആരോ കട്ടുകൊണ്ട് പോയി. സൂപ്പർ അല്ലേ? ലുക്ക് ഹൂസ് സിറ്റിംഗ് there. അമ്മു ആൻഡ് ബേബി. നമ്മുടെ ആരണ്യവേദയിലെ കുട്ടികൾ വന്നിട്ടുണ്ട്. ബേബി ഓയിൽ മസാജ് ടൈമാണ്. ഇത് സെൽവ ആൻഡ് ദിസ് ഇസ് വിജി. ഇവർ രണ്ടുപേരാണ് ഓസിയെ ഡെയിലി കുളിപ്പിക്കുന്നത്. എന്താ കുഞ്ഞി കാലിൽ വെച്ച് ചവിട്ടുന്നു. അവൻ ഓയിൽ മസാജ് ഭയങ്കര ഇഷ്ടമാണ്. ഓസിയുടെ മസാജ് സാധനങ്ങൾ ഇതിൽ പാലൊഴിച്ച് പാക്കാക്കും. കിഴി ജിം. ഓക്കെ ബൈ. അങ്ങനെ ബേബിയുടെ കുളിയൊക്കെ കഴിഞ്ഞ് ബേബി പാല് കുടിച്ച് ഉറങ്ങി. ഇപ്പോൾ ഓസി കുളിക്കാൻ കയറി. ഈ സമയം ബേബി നന്നായിട്ട് ഉറങ്ങും. നല്ലപോലെ നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടും. ചിലപ്പോൾ ഉണർന്നിട്ട് ഞാനിവിടെ ഹോളിൽ കൊണ്ടുവച്ച് ഇവിടെ വയ്ക്കും. അവൻ്റെ റോക്കറിൽ കുറച്ച് നേരം വയ്ക്കും. ഞാൻ അല്ലെങ്കിൽ TV കാണാൻ ഞാൻ അവിടെ ഇരുന്നിട്ട് അവിടെ സൈഡിൽ കൊണ്ട് വയ്ക്കും. കുറേ നേരം 2 മണിക്കൂർ സുഖമായിട്ട് അങ്ങ് ഉറങ്ങും. ഞാൻ ഇന്ന് രാവിലെ ഹൻസ് കുട്ടി കുറച്ച് ദിവസമായിട്ട് ഞാൻ ഹൻസിനെ വിടാൻ അങ്ങനെ പോകാറില്ല.
ജിമ്മിൽ ഞാൻ പോകുന്നില്ല ഈ ആഴ്ച. എനിക്ക് തിങ്കളാഴ്ച തൊട്ടേ പോകത്തുള്ളൂ. കാരണം ഇടയ്ക്ക് ഞാൻ കൊച്ചി പോയിട്ട് അവിടുത്തെ ഹോട്ടൽ റൂമിൽ നിന്ന് അപ്പോൾ ചില കട്ടിലുകളിൽ കിടന്നാൽ എനിക്ക് നടു പോകും. അങ്ങനെ ഞാൻ കൊച്ചിയിൽ നിന്ന ഹോട്ടലിൽ അന്നത്തെ ബെഡ് എന്തോ എനിക്ക് സൂട്ടായില്ല. എനിക്ക് ബാക്ക് നടുവിൽ ഭയങ്കര ഒരു ഉളുക്ക് വീണു. അത് ഇപ്പോൾ ഏകദേശം പോയി. ഇഷാനിയാണ് എനിക്ക് മസാജൊക്കെ ചെയ്ത് തന്നത് കുറയാണ്ട്. അപ്പോൾ അതിങ്ങനെ ഇരുന്നത് കൊണ്ട് ഐ വാസ് തിങ്കിങ് അയ്യോ ഇനി പോയാൽ കുളമായാലോ. എന്നിട്ട് ഞാൻ എൻ്റെ ഈ വ്ളോഗിൽ പറഞ്ഞുണ്ടോ എൻ്റെ ഒരു ബി പി പുതിയ മെഷീൻ വാങ്ങിച്ച് വെച്ചതും അതിൻ്റെ ഒരു കോമഡി. അങ്ങനെ അതും കൂടെ എൻ്റെ മനസ്സിൽ സ്ട്രെസ്സായിട്ട് ഞാൻ പോയില്ല. ഇങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും 2 ദിവസം കഴിഞ്ഞ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ട്. എൻ്റെ അനിയത്തിയൊക്കെ നാളെ വരും. അങ്ങനെ തിരക്ക് പിടിച്ച ദിവസങ്ങളാണ്. ഞാൻ വെച്ചിട്ട് തിങ്കളാഴ്ച തൊട്ട് പോവാം. ഈവൻ അവിടെ എൻ്റെ ട്രെയിനർ രജിത്തിനും ചെറിയ ഇഷ്യൂ ഉണ്ട്. രജിത്തിൻ്റെ ഷെഫ് ഒരു 4 ദിവസം ലീവാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സ്ട്രെസ്സും കൂടെ രജിത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ എനിക്ക് 8:45 ഞാൻ അവിടെ ജിമ്മെത്തും. അപ്പോൾ തന്നെ രജിത്തിന് എത്തണം. അപ്പോൾ ഹറി ചെയ്യണം. ഇടയ്ക്ക് 2-3 ദിവസം രജിത്ത് ഇച്ചിരി ഡിലേ ആയപ്പോൾ ഞാൻ അശ്വിൻ്റെ ട്രെയിനറുണ്ട്, പുള്ളിയെ വിളിച്ചിട്ടാണ് സോപ്പിട്ട് എനിക്ക് വേണ്ടി കുറച്ച് നേരമൊക്കെ പണിയെടുപ്പിച്ചു. സോ അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്ന ഇന്ന് രാവിലെ ഹൻസുകുട്ടി കോളേജിൽ പോയി ഇറങ്ങിയപ്പോൾ ആസ് യൂഷ്വൽ ഞാനിവിടെ നിൽക്കുക. ഹൻസു ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് നടന്നു. എന്നിട്ട് ഓടി തിരിച്ചു വന്ന് എനിക്കൊരു ഹഗ് തന്നു. എൻ്റെ വീണ്ടും പോയില്ല. ഐ വാസ് സോ ടച്ച്ഡ് യു നോ. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് CCTV ഞാൻ അതിൻ്റെ പ്ലേ ബാക്ക് ചെയ്ത് ആ ഒരു വിഷ്വൽ എടുത്ത് ഞാൻ 2-3 പ്രാവശ്യം വീണ്ടും കണ്ട്. ഞാനതെവിടെ ഇടാം. എൻ്റെ ഹാർട്ടൊക്കെ അങ്ങ് മെൽറ്റായി. ഹൻസുവിന് നടന്നു പോയിട്ട് ഇനി തിരിച്ചു വന്നേക്കൊരു ഹഗ് തന്നു. ആക്ച്വലി ഇപ്പം നമ്മുടെ വീട്ടിൽ 4 പിള്ളേരിൽ ഇങ്ങനെ വന്ന് എനിക്കിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരു ഹഗ് തരുന്നത് ഹൻസിക മാത്രമാണ്. ബാക്കി എല്ലാവരും അമ്മക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ എയർപോർട്ടിൽ പോകുമ്പോൾ ജസ്റ്റ് ഒരു ഓക്കെ ബൈ ഒരു ചെറിയൊരിത്, അല്ലാതെ എങ്ങോട്ടെങ്കിലും പോയിട്ട് തിരിച്ചു ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എനിക്കൊരു ഹഗ് തരുന്നത് ഇപ്പോഴും ഹൻസിക മാത്രമാണ്. ദാറ്റ്സ് എ പെർക്ക് ഓഫ് ഹാവിങ് എ സ്മോളർ ചൈൽഡ് അറ്റ് ഹോം ഐ തിങ്ക്. ഇതിപ്പോൾ ഹൻസിക ഒരു 25 വയസ്സ് കഴിഞ്ഞൊരു പെൺകുട്ടിയാണെങ്കിൽ ഒരു പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഷി മൈറ്റ് ഡു ദിസ്. ആൻഡ് ഐ ഡോണ്ട് നോ ഇനി എത്ര കാലം കൂടെ ഹൻസിക ഇതുപോലെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഐ വാസ് സോ ടച്ച്ഡ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഹൻസു എൻ്റെ വീഡിയോസ് അധികം കാണാറില്ല. എന്തായാലും ഹൻസുകുട്ടി എപ്പോഴെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഐ ലവ് യു സോ മച്ച്. ഇന്ന് വൈകുന്നേരം ഞാൻ കോളേജിൽ എനിക്ക് ഹൻസിനെ വിളിക്കാൻ പോകണം. ഹൻസുവിൻ്റെ ഫ്രണ്ട് നയനയുടെ ബർത്ത്ഡേ ആണ്. ഇന്നാണോ നാളെയാണോ നയനയ്ക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോകണം. അപ്പോൾ ഞാനിപ്പോൾ എപ്പോഴും ഇങ്ങനെ വളരെ ബിസി ആയിട്ടിരിക്കുന്നോട്ട് ഒന്നും ഹൻസുവിൻ്റെ കൂടെ ഒന്നും പോകാൻ പറ്റില്ല. അപ്പം ലുലു വരെ ഒന്നും പോകാൻ പറ്റത്തില്ല, ടൈം കിട്ടത്തില്ല. അപ്പോൾ എന്നാൽ സ്റ്റൈൽ പ്ലസിൽ പോകാം എന്ന് പറഞ്ഞിട്ടിരിക്കുക. അങ്ങനെ ഇന്ന് വൈകുന്നേരം എൻ്റെ ഹൻസുകുട്ടിയുടെ കൂടെ ഒന്ന് പുറത്ത് പോകണം. ഇപ്പോൾ നിയോമിന് വേണ്ടിയിട്ട് അർജുൻ്റെ കൂടെയുള്ള മാറ്റ് ഉണ്ട്. ഞങ്ങളുടെ ഈ അർജുൻ്റെ കമ്പനി ഉള്ള ഏക, അതിൽ മാറ്റാണ് അതിൽ പാർട്ട്ണർ. അപ്പോൾ മാറ്റും കൂടെ കുറച്ച് ഗിഫ്റ്റായിട്ട് വന്നേ. നിയോമിന് ക്യൂട്ടായിട്ടുള്ള കസവൊക്കെ വെച്ചൊരു ഷോർട്സ് ഞാൻ കാണിച്ചു തരാം. സോ ക്യൂട്ട്. പിന്നെ എന്തൊക്കെയൊക്കെ ഉണ്ട് ഗിഫ്റ്റ്. കുറച്ച് നാൾ മുമ്പും മാറ്റ് ഓസി ഡെലിവറിക്ക് പോകുന്നതിന് മുന്നേ കുറേ ഫുഡ് ഐറ്റംസ് കുക്ക് ചെയ്ത് കൊണ്ടുവന്നു. അതുപോലെ ഇന്നലെ രാത്രിയും കൊടുത്തു വിട്ടു കണവയും കൊഞ്ചും. ഓസി കണവയുടെയും കൊഞ്ചിൻ്റെയും ഫാനാണെന്ന് അറിയാമെന്നുള്ളത് കുറേ കണവയും കൊഞ്ചും കുക്ക് ചെയ്ത് കൊടുത്തു വിട്ടു. അതാണ് ഇന്ന് നമ്മുടെ ഇവിടുത്തെ മെയിൻ ഫുഡ് ഒരെണ്ണം. അപ്പോൾ ഐ തിങ്ക് എൻ്റെ ഈ വീഡിയോക്ക് എത്ര ലെങ്ത് കിട്ടിയെന്നൊന്നും അറിഞ്ഞുകൂടാ. ഐ തിങ്ക് ഐ ഷുഡ് ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് ഓഫ് നൗ. ഒന്ന് എഡിറ്റൊക്കെ ചെയ്തിടാം. നമ്മുടെ വീട്ടിൽ കുക്കിംഗ് നടക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ജസ്റ്റ് ഫ്യൂ ഷോർട്സ് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, സീ യു ഓൾ സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ, ടേക്ക് കെയർ. നമ്മുടെ ഇവിടെ ഇന്ന് കണവ ഒരു രീതിയിൽ വെക്കുന്നുണ്ട്. അത് സഫീന സ്പെഷ്യലാണ്. ചീരത്തോരൻ, അവിയൽ, സാമ്പാർ. അപ്പോൾ ഓക്കെ, ബൈ.